പിന്നെ ഹനുമാനുണ്ട്, അപ്സരസ്, പിന്നെ തൊട്ടാവാടീനൊക്കെ ആദ്യമായിട്ട് കാണുന്നു. പാവ ആൾക്കാർ. മുതലരെ വാല് വേണോ, കൈ വേണോ? ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സീം റീഫിലുള്ള മാഡ് മങ്കി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മളെ ബസ് ഇത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ആങ്കോവാത്തിലേക്ക് പോവാണ്. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് നമുക്ക് നേരെ ആങ്കോവാത്ത് ടെമ്പിളിലേക്ക് പോവാം. 3 ദിവസം സെയിം റീപ്പിൽ സ്പെൻഡ് ചെയ്യാനാട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ 2 ദിവസം നമ്മൾ ആങ്കോവാത്ത് ടെമ്പിൾ കോംപ്ലക്സിൽ പല പല ടെമ്പിൾസ് കാണും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗൈഡിനെ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തുകൊണ്ട് ഗൈഡിനെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ആങ്കോവാത്ത് ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് 400 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ഫുള്ളി 2 ദിവസം കൊണ്ട് കവർ ചെയ്യാനും പറ്റില്ല. പിന്നെ നമ്മൾ പോകുന്ന ഓരോ ടെമ്പിളിനെ പറ്റിയിട്ട് ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ഗൈഡ് ഉള്ളത് വളരെ ഉപകാരമാണ്. നമ്മളിപ്പോൾ ഗൂഗിളിലെല്ലാം നോക്കിയാലും ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ കുറവാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഒരു ഗൈഡിനെ എടുക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഞങ്ങൾ ഗൈഡിനെ ചൂസ് ചെയ്തത് ജേർണി കംബോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമിലാണ് ഞങ്ങൾ ഗൈഡിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ 3 ദിവസത്തെ പാക്കേജ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ 3 ദിവസം പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ അമ്പലത്തിലേക്ക് വേണ്ടുന്ന എൻട്രി ഫീ എന്ന് പറയുന്നത് $62 ആണ് ഒരാൾക്ക്. നമ്മൾ ആങ്കോവാത്ത് ടെമ്പിൾ കോംപ്ലക്സിലെ ഫസ്റ്റ് കാണാൻ പോകുന്ന അമ്പലം എന്ന് പറയുന്നത് പ്രീ റൂപ്പ് എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 3 പിരമിഡിൻ്റെ ഷേപ്പിലുള്ള സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഈ 3 ആൾക്കാരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഹിന്ദു ടെമ്പിളാണ്, ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ അല്ല, ഒരു ഹിന്ദു ടെമ്പിളാണ്. അപ്പോൾ ഇവർ 3 ആൾ ഇതുണ്ടെങ്കിലും ഇത് മെയിനായിട്ട് അറിയപ്പെടുന്ന ഒരു ശിവന്റെ അമ്പലം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു അമ്പലം പണിയേൽപ്പിച്ചത് ഖമർ രാജവംശത്തിലുള്ള രാജാവായ രാജേന്ദ്രവർമ്മ എന്നൊരു രാജാവാണ്. 961-962 കാലഘട്ടത്തിലാണ് ഈ അമ്പലം പണിയിച്ചത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേരിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതാണ് എന്താന്ന് വെച്ചാൽ ടേൺ ദ ബോഡി. അതായത് ഇവർ മെയിനായിട്ട് ഈ ഒരു പേര് കാരണം ഇവർ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ പണ്ട് ഈ ശവസംസ്കാരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മരിച്ചവരുടെ ചാരമില്ലേ, അതിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോവുക, എന്നിട്ട് അത് വെച്ചിട്ട് എന്തെല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആങ്കോവാത്തിലെ ഡിഫറെൻറ്റ് ടെമ്പിൾസ് ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ട് പോവാണ്. ഞങ്ങൾ 4 പേരുണ്ട്, ഞാനും ആദർശും പിന്നെ വേറെ 2 പാസഞ്ചേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ടെമ്പിളിൽ പോയി അവിടെ എല്ലാ ടെമ്പിളിലും മീൻസ് നമ്മൾ ഗൈഡ് പറഞ്ഞത് എല്ലാ ടെമ്പിളിലും എന്താ വെച്ചാൽ ഒരു ഹിന്ദുയിസമാണ് മെയിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. കുറേ നമ്മളെ ഇന്ത്യൻ കൾച്ചറായിട്ട് കണക്റ്റഡ് ആവും. ഗരുഡനുണ്ട്, പിന്നെ ഹനുമാനുണ്ട്, അപ്സരസ്, പിന്നെ ബുദ്ധൻ, പിന്നെ വിഷ്ണു, മഹേശ്വരൻ, പിന്നെ നമ്മളെ ബ്രഹ്മാവ്, അങ്ങനെ കുറേ ഹിന്ദുയിസമാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ഈ ടെമ്പിൾസൊക്കെ കുറേ പേര് വന്ന് അറ്റാക്ക് ചെയ്ത കാര്യവും അങ്ങനത്തെ എന്തെല്ലോ ആണ് നമ്മളെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരമ്പലത്തിൽ ഇപ്പോൾ ഫസ്റ്റ് പോയി, നല്ല രസമുണ്ട് കാണാൻ. കൊത്തുപണിയല്ല, നോർമൽ കല്ലിൻ്റെ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് നമ്മൾ നെക്സ്റ്റ് ടെമ്പിളിലേക്ക് പോകാം. ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ വഴി കാണിച്ചു തരാം. ആദ്യം ക്രോസ് ചെയ്യട്ടെ. ക്രോസ് ചെയ്തിട്ട് ഞാൻ പോകും. കാണിക്കാൻ നിപ്പോൺ ടെമ്പിൾ എന്നാണ് ടെമ്പിളിൻ്റെ പേര്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ. ഈ മരപ്പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് താമര കേട്ടോ. കുറച്ച് താമര ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ താമര ഇങ്ങനെ അടുത്ത് കാണുന്നത്. ഞാൻ ആമ്പല് കണ്ടിട്ടുണ്ട്, പക്ഷെ താമര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഈ പാലത്തിലൂടെ സ്ട്രെയിറ്റ് പോയിട്ട് പിന്നെ എത്തുന്നതാണ് നെക്സ്റ്റ് അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേരാണ് നീക്പീൻ. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് വെള്ളത്തിൻ്റെ നടുക്കുള്ള ഒരു അമ്പലമാണ്. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. അതുകൊണ്ട് നമുക്കൊരു ഹിന്ദു ടെമ്പിൾ എന്ന് പറയാം.
ഈ അമ്പലത്തിന് ചുറ്റും 4 ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. ഗോപുരം എന്ന് പറയുന്നത് ചെറിയ ഗോപുരം പണിതിട്ടുണ്ട്. അപ്പോൾ ഈ ഗോപുരം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ജലം, അഗ്നി, വായു, പിന്നെ ഭൂമി, ഈ 4 കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അതുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ അമ്പലത്തിന് ചുറ്റൂലെ വെള്ളമില്ലേ, ഈടുന്നാണ് ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര ഈ നദികളെല്ലാം ഈടുന്നാണ് ഉത്ഭവിച്ചെന്നുള്ള രീതിയിലും ഈടിലവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു പുണ്യ നദിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈടെ തന്നെ ആൾക്കാർ വന്ന് പിന്നെ സ്നാനം ചെയ്യുക, പിന്നെ ഇവിടുന്ന് തീർത്ഥം കൊണ്ടുപോകുക. അപ്പം നമ്മൾ ഗംഗയിൽ പോയിട്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില്ല, അതെല്ലാം ആൾക്കാർ ഇവിടുന്നും ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ നെക്സ്റ്റ് ടെമ്പിളിൽ എത്തിയിട്ടോ. ഇത് നമ്മളെ ഇന്നത്തെ 3ാമത്തെ ടെമ്പിളാണ്. ഇവിടുത്തെ ടെമ്പിളിൽ നമ്മൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, ഇവിടെ ഒരു ഇത്, പിന്നെ ഒരു ഇത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്തോ പിടിച്ചേക്കുന്നത്. ഇത് ആക്ച്വലി നമ്മളെ പാലാഴി കടഞ്ഞിട്ടില്ലേ, മറ്റേ ഇതിനെ വെച്ചിട്ട് വാസുകിയാണ്, ഇത് പാമ്പിൻ്റെ ഫുൾ കഥ ഓർമ്മയില്ല. അപ്പോൾ ഒരു സൈഡ് അസുരനും ഒരു സൈഡ് ദേവനും തമ്മിൽ പാലാഴി കടയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു 2 സൈഡ് ഉള്ളത്. കണ്ടോ, 2 സൈഡുള്ളത്. കുറേ ആൾക്കാർ കുറേ നശിച്ചു പോയി, ബട്ട് സ്റ്റിൽ ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഗരുഡൻ പാമ്പിനെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളതുണ്ട് എന്നാണ് പറഞ്ഞത്. കുറേയൊക്കെ നമ്മൾ ഹിന്ദുവിൻ്റെ ഇതുണ്ട്, കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ബുദ്ധൻ്റെ പ്രതിഷ്ഠയുണ്ട്, നമ്മൾ ഹിന്ദുക്കളതും ഉണ്ട്, അങ്ങനെ 2 ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ അമ്പലം മെയിനായിട്ട് അറിയപ്പെടുന്ന ബ്രാഹ്മണന്മാരുടെ അമ്പലം എന്നുള്ള പേരിലാണ്. നല്ല നല്ല രസമാണ് കാണാൻ. ആസ് യൂഷ്വൽ എല്ലാ അമ്പലവും പോലെ ഇതും കാണാൻ നല്ല രസമുണ്ട്. ഇതേ നോക്ക്, എൻ്റെ ഒരു ഇത് കണ്ടോ, ഇതാണ് ഗേറ്റ്. അപ്പോൾ ഇത് കടന്ന് അകത്ത് പോകണം നമുക്ക്. ഇപ്പോൾ അകത്ത് പോയി നോക്കാം, കുറച്ച് ഫോട്ടോസ് എടുക്കണം. ലേക്ക് വ്യൂ എന്ന് പറഞ്ഞ ടെമ്പിളിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ടെമ്പിളിലേക്കാണ്. ഈ ടെമ്പിളിൻ്റെ പേര് പ്രേ ഖാൻ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു വിഷ്ണു ടെമ്പിളാണ്. വിഷ്ണു ആണ് എടുത്ത പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ എനിക്കൊന്ന് നമ്മളെ അനന്തപുരി ഇല്ലേ, നമ്മളെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ടെമ്പിളിലില്ലേ, ഇങ്ങനെ കുറേ കവാടം ഉണ്ട് എന്നല്ലേ, വിഷ്ണുവിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കവാടങ്ങൾ അങ്ങനെ കടന്നു പോകണം, അങ്ങനെ ഒരു വിശ്വാസമില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ കുറേ കവാടങ്ങളുണ്ട്. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ സൈഡിൽ, എല്ലാ സൈഡിലും ഇങ്ങനെ മാറി മാറി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മീൻസ് ഇപ്പം നമ്മളിങ്ങനെ കയറി പോവുകയാണെങ്കിൽ അടുത്ത സൈഡ് നോക്കുമ്പോഴും കുറേ ഡോറ്, ഇപ്പുറം സൈഡ് നോക്കുമ്പോഴും കുറേ ഡോറ്, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ അമ്പലത്തിൻ്റെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്തേക്ക് കയറും തോറും ഈ ഡോറിൻ്റെ എല്ലാം സൈസ് സെയിം അല്ല. ഉള്ളിലേക്ക് പോകുന്നതോറും നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ വിനയാവണം, കൂടുതൽ ഇങ്ങനെ വിനയത്തോടെ ബഹുമാനത്തോടെ അകത്തേക്ക് കയറണം. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവരിങ്ങനെ എടുത്ത ഡോർസിൻ്റെ സൈസ് എല്ലാം ഇതാക്കിയത്. അപ്പോൾ ഇത് ഏകദേശം അത്ര 20-30 അതിനേക്കാളും കൂടുതലുണ്ട് തോന്നുന്നു, അത്രയും ഡോസ് ഉണ്ട്. നമ്മളങ്ങനെ ഫുള്ള് അങ്ങനെ നടന്നു പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് സ്ഥലം പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വഴിയൊക്കെ തെറ്റുകയെല്ലാം ചെയ്തിന്, എങ്ങനെയല്ലോ ആണ് നമ്മൾ പുറത്തേക്ക് വന്നത്. പിന്നെ ഈ ഒരു അമ്പലം പണിതത് നേരത്തെ പറഞ്ഞ സെയിം രാജാവ് തന്നെയാണ്, ജയവർമ്മനാണ് എന്ന രാജാവ് തന്നെയാണ് ഇതും പണിതത്. അപ്പം 12th സെഞ്ച്വറിയിലാണ് ഇത് പണിതത്. അത് മീൻസ് അച്ഛൻ്റെ ഓർമ്മക്കായിട്ട് പണിതു എന്നാണ്, അല്ലെങ്കിൽ അച്ഛന് ബഹുമാനപൂർവ്വം ആ ഒരു ഓർമ്മക്ക് വേണ്ടി പണിതതാണ് ഈ ഒരു അമ്പലം. നല്ല അടിപൊളി സ്ട്രക്ചർ, നമുക്ക് ഇങ്ങനെ കുറേ കണ്ടിങ്ങനെ ആസ്വദിച്ച് അവസാനം വഴി തെറ്റിപ്പോകുന്ന എവിടെല്ലോ എത്തുന്ന ഒരു അമ്പലമാണിത്. നല്ല രസമുണ്ട് ഇവിടുത്തെ സ്ട്രക്ചറെല്ലാം കാണാൻ വേണ്ടി. നമ്മളൊരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ദിവസത്തെ ലാസ്റ്റ് ടെമ്പിളിലേക്ക് പോയി. ആ ടെമ്പിളിൻ്റെ പേരാണ് പോണ്ടേശ്വരി. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 10th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു കംബോഡിയൻ ടെമ്പിളാണ്. അപ്പോൾ ഈ ടെമ്പിളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു മാപ്പ് പോലെ ഈ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഈ എന്താ കംബോഡിയ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബോർഡിൽ, നമുക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു ബോർഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ആർക്കിടെക്ചർ. പിന്നെ അതിന് മൾട്ടിപ്പിൾ ഗേറ്റ്സ് ഉണ്ട്, നമ്മൾ അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും വേറെ വേറെ ഗേറ്റിലൂടെയാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ നമുക്ക് നമ്മളെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു. മീനിൽ കയറുന്നിട്ട് അപ്പുറത്തെയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മളെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒറ്റക്കന്നെ നമുക്ക് ഫുള്ളൊന്ന് കണ്ടിട്ട് വരുമ്പോൾ ഈല വേണം നിങ്ങൾ ഇറങ്ങി വരാമെന്നൊക്കെ പറയാം. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായത്, ഇയാൾ കണ്ടോ, ഇയാൾ നമ്മളെ ഹോസ്റ്റലിലുള്ള ആളാണ്. അപ്പോൾ അവര് വേറെ തന്നെ ഒരു ടീമായിട്ട് വന്നതാ, വേറെ 2 പേര്, ഇവരും വേറൊരാളും കൂടി, അവർ വേറെ ടീമായിട്ട് ഈ സെയിം അമ്പലത്തിലേക്ക് വന്നതാണ്.
അപ്പോൾ നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം നമ്മൊന്ന് വാങ്ങാനൊന്നും നിന്നിട്ട് നമ്മൾ നേരെ പോയി. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കാണ് ഈ ഒരു ഇത് കണ്ടത്. മീൻസ് കുറച്ച് ടൂറിസ്റ്റുകാർ അവിടെ കുറച്ച് നെല്ല് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. നെല്ലിന്റെ കച്ച നമ്മ പറയാം, അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കി ഫോട്ടോയിൽ എടുക്കുന്നുണ്ടായിരുന്നു അവര്. നമ്മ എന്നിട്ട് പിന്നെ നേരെ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് പോകാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ടിക്കറ്റ് എല്ലാം നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെക്കിങ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് സ്കാൻ ചെയ്യണം, എന്നാലേ നമ്മൾ അകത്തേക്ക് വിടുള്ളൂ. ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുന്നത്തെ അമ്പലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കളർ, ഈ ഇവിടുത്തെ ഒരു കല്ലിന്റെ കളർ റെഡ് കളർ. അപ്പോൾ ഒരു റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മുന്നത്തെ അമ്പലങ്ങളെല്ലാം കല്ലിങ്ങനെ അടുക്കി പെറുക്കിയതിൻ്റെ ആ ഒരു ഭംഗിയിലാണ് ആ ഒരു അമ്പലത്തിന്റെ ഒരു ഭംഗിയുള്ളത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി കൊത്തുപണികളെല്ലാം ഉണ്ട്. ഭയങ്കര ഷാർപ്പ് കൊത്തുപണിയൊന്നുമല്ല, കുറേയെല്ലാം നശിച്ചു പോയി. പക്ഷെ എന്നാലും കുറച്ച് കൊത്തുപണികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന കൊത്തുപണി എന്നത് ശിവൻ നന്ദിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ശിവന്റെ ഒരു ചെറിയൊരു കൊത്തുപണിയാണ് ഇവിടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഉള്ളത്. പക്ഷെ ഇവിടെ ഇത് ശിവന്റെ അമ്പലം എന്നല്ല, ശിവപാർവതി രണ്ടുപേരുടെ അമ്പലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ അമ്പലം മീൻസ് ടെമ്പിൾ ഓഫ് ഗോഡസ്, അതായത് ദേവീര അമ്പലം എന്ന്, പാർവതി ഉള്ളതുകൊണ്ട് തന്നെ ദേവീര അമ്പലം എന്നുള്ള രീതിയിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതാണ് ഈ ഒരു അമ്പലത്തിന്റെ മെയിൻ ആയിട്ട് പ്രത്യേകത പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കളർ നല്ല അടിപൊളി കളറാണ്. പിന്നെ ഈ ഒരു കൊത്തുപണി ഈ ഒരു അമ്പലത്തിലാണ് കൂടുതലായിട്ട്. ഈ അങ്കവാത്ത് അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊത്തുപണികളുള്ള അമ്പലം ഇവിടുത്തെ അമ്പലമാണ്. അതുകൊണ്ടാണ് ഈ മീൻസ് ഈ ഒരു അമ്പലമാണ്. അതുകൊണ്ടാണ് എന്താ ടൂറിസ്റ്റുകാരെല്ലാം ഈ അമ്പലത്തിലേക്ക് മാത്രമായിട്ട് വരുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഇത് നമ്മളെ 4ാമത്തെ അമ്പലമല്ല, പക്ഷെ അതല്ലാണ്ട് ഡയറക്റ്റ് ഇവിടത്തേക്കായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതൊരു ദേവി, നമ്മളെ പാർവതി ദേവിയുടെ കൊത്തുപണിയാണ് ഈ ഒരു അമ്പലത്തിൽ കാണുന്നത്. പക്ഷെ ഈ ഒരു ഇതിൽ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ടെമ്പിളും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്കാണ് പോയത്. ഇന്ന് ഫുള്ള് നടന്നുകൊണ്ട് അത്യാവശ്യം നല്ലോണം ടയേർഡായിട്ടുണ്ടായിന്. ഇതിൻ്റെ അപ്പുറം നമുക്കൊരു എൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിട്ടില്ല. റൂമിൽ വന്നു നേരെ ഒറ്റ കിടത്തായിരുന്നു. ഇപ്പൊ സമയം രാവിലെ 4:30 ഈ പുലർച്ചയ്ക്ക് ഇത്രയും നേരത്തെ നമ്മൾ ഏടിയായി പോകുന്നതെന്ന് വെച്ചാൽ ആങ്കോവാത്തിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ആദർശിന്റെ ഏറ്റവും വലിയ ചൈൽഡ്ഹുഡ് ഡ്രീമിൽ ഒന്നാണ് ആങ്കോവാത്തിലെ സൺറൈസ്. അപ്പൊ ഇന്ന് ആ ഒരു ഡ്രീം പോവണിയാണ്. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടി ഇന്നലെ വന്ന 2 ആൾക്കാരുണ്ട്, അതുകൂടാണ്ട് കുറച്ച് പേര് എക്സ്ട്രാ ആൾക്കാരും ഉണ്ട്. അപ്പൊ എല്ലാരും കെട്ടിയിട്ട് ബസ് രാവിലെ 4:30 തന്നെ പുറപ്പെട്ടു. അപ്പൊ ഏകദേശം ഒരു 5:30, 5:45, 6 മണിയൊക്കെ ആകുമ്പോൾ സൺറൈസ് കിട്ടുന്ന പറയുന്നത്. നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോഴേക്ക് കുറേ ആൾക്കാരുണ്ട്. ഇതേപോലെ നമ്മളെ പോലെ തന്നെ ഗ്രൂപ്പായിട്ട് വന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഏറ്റവും ഫ്രണ്ട്, നമുക്ക് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്ത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമ്മൾ സീറ്റ് ഒടിച്ചു വെച്ചത്. അപ്പൊ അവിടെ നിലത്തങ്ങനെ ഇരുന്നു എന്നിട്ട് കാണിച്ചപ്പോൾ ഇങ്ങനെ കാത്തു വെക്കുകയാണ് സൺറൈസിന് വേണ്ടിയിട്ട്. രാവിലെ 5:30 ഇവിടെ സൺറൈസ് കാണാൻ വന്നതാണ് ആങ്കോവാത്ത് ടെമ്പിളിൽ. എനിക്ക് എന്തൊരാളാ, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആളത് കണ്ടില്ല. പിന്നെ എണീറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പൂരപ്പറമ്പിൻ്റെ ആളുണ്ട് ഇവിടെ, ജനസാഗർ. സൺറൈസ് മേഘങ്ങൾ കുറച്ച് അധികമായിരുന്നു, അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഭയങ്കര ആള്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഒറ്റ മനുഷ്യരുണ്ടായിട്ടാ. നമ്മൾ ഇവിടെ വന്നിട്ടില്ല, പക്ഷെ ബാക്കി പോയടത്തൊന്നും ഒരാളും ഉണ്ടായിട്ട. നല്ല സുഖമായിരുന്നു. ഇന്ന് നോക്കി എന്തൊരാളാ. ഇതല്ലേ രാവിലെ വന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം. ഇതിലേ ഇവിടെ ഒരു വഴിയുണ്ടല്ലോ, കണ്ട ഈ വഴി ഇങ്ങനെ നടന്ന് ഈ അമ്പലത്തിലേക്ക് കയറും. അപ്പോൾ ഇനി എൻ്റെ അകത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ആങ്കോവാത്ത് ടെമ്പിൾ ഇത്രക്കും ഫേമസ് ആവാൻ കാരണം ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ്. ഖെമർ രാജവംശത്തിന്റെ സമയത്തുണ്ടായ ആ ഒരു ആർക്കിടെക്ചർ ബ്യൂട്ടി ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഒരു അമ്പലത്തിലാണ്. ഈ അമ്പലത്തിൽ മെയിനായിട്ട് 2 തരത്തിലുള്ള സ്ട്രക്ചറാണുള്ളത്. ഒന്ന് നമ്മൾ മുന്നത്തെ അമ്പലങ്ങളിൽ കണ്ട പോലെ ആ ഒരു
മല പോലുള്ള ഷേപ്പിൽ, ടോം പോലുള്ള ഷേപ്പിലുള്ള സ്ട്രക്ചറും ഉണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഈ സ്ക്വയർ ഷേപ്പ്, റെക്ടാങ്കിൾ ഷേപ്പിൽ എന്താ പറയുക, നടുക്കളം എല്ലാം പറയില്ലേ, 4 കെട്ട് നടുക്കളം എന്നുള്ള പറയുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് സ്ട്രക്ചറും കൂടി ഈ അമ്പലത്തിനുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള സ്ട്രക്ചറിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു അമ്പലത്തിലുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. .5 കാണിച്ചു തരാം. അത്രക്ക് ഇട്ടത് വലുത് അല്ലെ, വൃത്തിക്ക് കാണാൻ പറ്റില്ല. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാ ശരിക്കും കാണാൻ. ആ ഒരു കല്ലിൻ്റെ കളറും നല്ലതായിട്ട്, നല്ല ബ്ലാക്ക് കളർ കല്ല്. അങ്ങനെ ഞങ്ങൾ ആങ്കോവാത്ത് നിന്ന് ഇറങ്ങി പുറത്ത് വന്നു. ഇനി നമ്മൾ ബസ്സിലേക്ക് പോവാണ്. അകത്ത് നമ്മൾ നമ്മൾ ആ ഒരു 3 ടോംബ് പോലെ കണ്ടിട്ടില്ല. അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. ഇന്ന് അത് തുറന്നിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും അത് തുറക്കലില്ല. അപ്പോൾ ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സീൻ എന്താ വെച്ചാൽ സ്റ്റെപ്സ് ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത് സേഫല്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളകത്ത് കയറിയിട്ട് കണ്ടിട്ടിപ്പോൾ ഞങ്ങൾ പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെക്സ്റ്റ് ടെമ്പിളിലേക്ക് പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ടെമ്പിളിലെത്തിയിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് ടാപ്രോം ടെമ്പിളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് കണ്ടേ, ഇത് കണ്ടോ, ഇന്ത്യ കംബോഡിയ കോർപ്പറേഷൻ പ്രോജക്ട് ഫോർ കൺസർവേഷൻ ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ടാപ്രോം ടെമ്പിൾ. ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഈ ഒരു ടെമ്പിൾ റെനോവേഷനും പ്രിസർവേഷന് വേണ്ടിയിട്ട്. നല്ല തിരക്കാണ്. നമുക്ക് നേരെ കയറാം. കയറിയിട്ട് മാപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് വെരി ക്രൗഡ്. കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം. ഞാൻ നല്ല ബാക്കിൽ കുറച്ച് ഓടട്ടെ. ആ ഫ്രണ്ടിൽ പോകുന്നത് നമ്മളെ ബസ്സിലുണ്ടായ ബാക്കി ടീംസാണ്. പിന്നെ നമ്മൾ ബസ്സിൽ ഒരു കപ്പിളുണ്ട്, മാർത്തയും ഹസ്ബൻഡിൻ്റെ പേര്, ഹസ്ബൻഡല്ല കൂടുതൽ ആളെ പേര് വയ്ക്കാൻ പറഞ്ഞു. എന്തോ വട്ടവർ, മാർത്ത ആൻഡ് ഹെർ ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ് ആരോ പാർട്ട്ണർ. അപ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ 3 കൊല്ലം ലീവ് ഒന്നും എടുക്കാണ്ട് ലീവ് കൂട്ടി വെച്ചിട്ട് 1 മാസം അർമാദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മാർത്ത സ്കൂൾ ടീച്ചറാണ്. ഒരു ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ നോക്കട്ടെ, പറ്റിയ കുറച്ച് വീഡിയോ കാണിക്കാം. അത് കാണാൻ നല്ല രസം, നല്ല ബ്യൂട്ടിഫുൾ ലേഡി, നല്ല ഭയങ്കര നല്ല കമ്പനിയാണ്, നല്ല രസമാണ് പപ്പായല്ലോ. അപ്പം ഇങ്ങനെ ടെമ്പിളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് നമ്മൾ വേഗം ഇറങ്ങും. ഇന്നൊരു 12 മണിയാകുമ്പോഴേക്കും നമ്മൾ റൂമിൽ തിരിച്ചെത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ നമ്മൾ പബ്ബിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ല. ഞാൻ വെച്ചാൽ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇങ്ങനെ എല്ലാ ദിവസവും പരിപാടിയും കാര്യങ്ങളെല്ലാം അല്ലേ, അപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റൊക്കെ എടുത്ത് ജസ്റ്റ് വെറുതെ പോയിട്ട് വന്ന്. നാളെ ഇന്ന് നൈറ്റ് നമ്മൾ എന്തായാലും പോകും. അപ്പോൾ അങ്ങനെ ഇത്, അപ്പോൾ ഞാൻ കുറച്ച് വേഗം നടക്കട്ടെ. എൻ്റെ കൂടെയുള്ളവരെല്ലാം അങ്ങെത്തി. 13-ാം നൂറ്റാണ്ടിൽ ജയവർമ്മൻ എന്ന് പറഞ്ഞ രാജാവ് പണിയച്ച ഒരു അമ്പലമാണ് താപ്രോം എന്ന് പറഞ്ഞ ടെമ്പിൾ. ഈ അമ്പലത്തിൻ്റെ ശരിക്കും പേരെന്ന് പറഞ്ഞാൽ രാജവിഹാര എന്നാണ്. താപ്രോം എന്ന് പറയുന്നത് എൻ്റെ മോഡേൺ നെയിമാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ഒരു അമ്പലം ഫുള്ള് കാടായിട്ട് മൂടപ്പെട്ടിട്ടുണ്ട്, കാടും മരങ്ങളായിട്ട് മൂടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുമരിലെല്ലാം മരത്തിൻ്റെ വേരെല്ലാം ഇറങ്ങിയിട്ടുള്ളൊരു സ്ഥിതിയായിരുന്നു. പിന്നീട് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഈ അമ്പലത്തിന് പഴയ പോലെ നന്നാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കുറേ മരങ്ങളെല്ലാം അങ്ങനെ തന്നെ വെച്ചു. കാരണം ആ മരം മുറിക്കാൻ നിന്നാൽ ഈ ഒരു അമ്പലം തകർന്നു പോകും. കാരണം ഈ മരത്തിൻ്റെ വേരിൻ്റെ ഒരേ ഒരു ശക്തിയിലാണ് ഈ ഒരു അമ്പലം നിലനിൽക്കുന്നത്. പിന്നെ ഈ ഒരു അമ്പലം ഇപ്പം അറിയപ്പെടുന്നത് ആഞ്ചലിന ജോളി ടെമ്പിൾ അല്ലെങ്കിൽ ടോം റൈഡർ ടെമ്പിൾ എന്നാണ്. കാരണം ആഞ്ചലിന ജോളി ടോം റൈഡർ എന്ന് വെച്ചാൽ ആ ഒരു പടത്തിലെ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ പേരിൽ ഈ ഒരു അമ്പലം ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ അങ്ങനെ ആ ഒരു പേരിലും കൂടി ഈ ഒരു അമ്പലം അറിയപ്പെടുന്നു. നമുക്ക് ഇടുന്നൊരു ഫ്രണ്ടിനെ കിട്ടി. ഇവനാണ് നമ്മുടെ ഹോസ്റ്റലിലുള്ള ബ്രസീലിയൻ ചങ്ങായി. പക്ഷെ കണ്ട ഒരു ഇന്ത്യൻ ലുക്ക് ഉണ്ടല്ലേ. പിന്നെ ആദർശിന് പോളിറ്റിക്സ്, ഫുട്ബോൾ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചങ്ങായിട്ട് നല്ല കൂട്ടായി.
പക്ഷെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇവിടെ കണ്ടു. നമ്മൾ പബ് ക്രോൾ പോയിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഫുൾ ഡാൻസ് ഒക്കെ ചെയ്ത് അടിപിടിച്ച് പൊളിച്ചതാണ്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. അതെ, ആളുള്ള ലുക്കാണ്. ഇപ്പൊ ചെന്നൈ സോളോ ആയിട്ട് വന്നേ ഇങ്ങോട്ട്. നമ്മള് ഒരു ടീമായിട്ടാ വന്ന്, ആള് സോളോ ആയിട്ടാ വന്ന്. ഫ്രണ്ടിനെ കണ്ടപ്പോ കൂടെ വന്ന ആൾക്കാരെ കാണാണ്ടായി. ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കുക മൊത്തം ഇങ്ങനെ അതിലേടൂറ് അങ്ങനെ ഇങ്ങനെ എല്ലാം കാണാനും ഒരുപോലെ ഉണ്ട്. ഈശ്വര, എവിടെയാണോ എന്തോ കാണുന്നില്ല. ചെങ്ങായി നമ്മളെ കൂട്ടിട്ട് പോവായിരുന്നില്ലേ? അയ്യോ, എവിടെ പോയടാ? തിരിച്ചു പോയോ? ഞങ്ങൾ അവരെ ഒന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. തൊട്ടാവാടിനൊക്കെ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. പാവ ആൾക്കാർ. എന്താ അച്ചു പറയാനുള്ള? നമ്മളെ പോലെ കാട്ടി അത് നേരത്തെ ഒരാളില്ലേ മറ്റേ കുഴിയാനില്ലേ, അതിന്റെ ഇതിങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ. 2 ദിവസത്തെ ആങ്കോവാർ ടെമ്പിൾ കോംപ്ലക്സിന്റെ ടൂർ പാക്കേജിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഒരു അമ്പലത്തിന്റെ പേരാണ് ബയോം. ഈ അമ്പലം ശരിക്കും സ്മൈലിംഗ് ബുദ്ധാസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ്. ഏകദേശം 216 ഫേസസ് ഓഫ് ബുദ്ധാസ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണെങ്കിൽ എല്ലാം ഏകദേശം ഒരേ എക്സ്പ്രഷനാണ്, ഒരേ ഫേസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു അമ്പലമാണ് ശരിക്കും ആങ്കോവാർ ടെമ്പിൾ കോംപ്ലക്സിൽ ഏറ്റവും ലാസ്റ്റ് പണിത അമ്പലം. അങ്ങനെ ഗ്രേറ്റ് ആങ്കോവർ ടൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് സ്മൈലിംഗ് ബുദ്ധ ടെമ്പിളിലും കൂടി കണ്ടു കഴിഞ്ഞ് തിരിച്ചു റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ആദർശിൻ്റെ അച്ഛൻ്റെ വലിയൊരു ചൈൽഡ്ഹുഡ് ഡ്രീം ഇന്നിപ്പോൾ വന്നിരിക്കുന്നു. ആങ്കോവർ ടെമ്പിൾ കാണുക, സൺറൈസ് കാണാൻ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നിരിക്കുകയാണ്. ഭയങ്കര ക്ഷീണിച്ചു, വെയിലൊക്കെ കൊണ്ടെത്തി ക്ഷീണിച്ച് ടാനൊക്കെ അടിച്ച് ആകെ അവശയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം. പിന്നെ ഇന്ന് ഇപ്പം സമയം 12 മണി ആയതേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് ഉറങ്ങും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യും, ഒന്നും തീരുമാനിച്ചിട്ടില്ല റൈറ്റ് നൗ. ബട്ട് സ്റ്റിൽ ഞങ്ങൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഡിന്നർ കഴിക്കാൻ മതി. അപ്പോൾ ഇവിടെ അപ്സര ഡാൻസ് നമ്മളെ തവള ഫ്രൈ ഉണ്ട്, എന്താ പാമ്പിനെ ഫ്രൈ ചെയ്തതുണ്ട്. കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് തവള ഫ്രൈ, ഡീപ് ഫ്രൈഡ് തവള, ഫ്രൈഡ് പാമ്പ്. പിന്നെ അപ്പുറത്തെ പേജിൽ വേറൊരു സാധനമുണ്ട്, അതാണ് ഹൈലൈറ്റ്. ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്, ബാർബിക്യൂ. ഇതെന്താ പറയുക സാധനം? ക്രൊക്കോഡൈൽ മുതല തന്നെ ബാർബിക്യൂ ചെയ്തതല്ലേ. ഒരു സാധനം കൂടി ഉണ്ട്, കേട്ടോ. ഇത് നമ്മളെ നോർമൽ ചിക്കൻ, മീൻ അങ്ങനത്തെ എല്ലാം. ആ, അത്
പൊക്കോളിൻ്റെ പാല് സ്റ്റീം ചെയ്തത്, അതിൻ്റെ കൈ സ്റ്റീം ചെയ്തത്, അതിൻ്റെ പഴ സ്റ്റീം ചെയ്തത്. ഞാനത് ഓർഡർ ചെയ്തിട്ടില്ല, വയറിന് കേടാക്കണ്ട വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വെച്ച് നിൽക്കത് കാണിച്ചു തരാത്. അപ്പം ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്യാം. ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പബ് സ്ട്രീറ്റിലേക്ക് പോയിട്ടോ. സെയിം റീപ്പിലെ നൈറ്റ് ലൈഫിൽ ഏറ്റവും ഫേമസ് ആണ് ഈ ഒരു പബ് സ്ട്രീറ്റ്. ഏകദേശം ഒരു 40-50 ഡാൻസ് ബാർസും പബ്സെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണെങ്കിൽ ഇവരിപ്പോൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ DJയും കാര്യങ്ങളും തുടങ്ങിയാൽ രാവിലെ 5 മണി 4-5 മണി വരെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ന് രാവിലെ ആങ്കോവാത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ സൺറൈസിന് പോകുമ്പോൾ അപ്പോഴും അവിടെ പാർട്ടി നടക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും ഓണായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ ഡാൻസ് കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് പബ് സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ കംബോഡിയയുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കംബോഡിയ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കംബോഡിയയിൽ ഇതുവരെ വരാത്തവർക്ക് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വരാൻ തോന്നും എന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. എല്ലാവരും വരിക, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കൊന്നുമില്ല. കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെക്കും ബൈ.